ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. യേശു ഇന്ന് ദൈവഭയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ കൂട്ടത്തിലുള്ള ആൾ എഴുന്നേറ്റ് പറഞ്ഞു, അതെ, എൻ്റെ സഹോദരനായിട്ട് ഞാൻ ഈ സ്വത്തിൻ്റെ ഇച്ചിരി പ്രശ്നമായിട്ട് നിൽക്കുകയാണ്, ഒന്ന് സോൾവ് ചെയ്ത് തരണം. അത് യേശുവിന് നിരക്കാത്ത കാര്യമാണ്, പക്ഷെ ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് നിരക്കുന്ന കാര്യം കൂടിയാണ്. കാര്യം, യഹൂദ പാരമ്പര്യത്തിൽ ഈ സ്വത്ത് പ്രശ്നമൊക്കെ വരുമ്പോൾ ആരോടെങ്കിലൊക്കെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ആ ശീലം അനുസരിച്ചാണ് അയാൾ ചോദിച്ചത്. പക്ഷെ യേശുവിന് നിരക്കാത്തതായിരുന്നു. കാര്യം, യേശു ഇതിനൊക്കെ അപ്പുറമായിരുന്നു. ഈ സ്വർഗത്തിൻ്റെ സ്വത്തിനെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്ന ഒരാളടുത്ത് ഭൂമിയിലെ സ്വത്തിനെക്കുറിച്ചും അതിർത്തി പ്രശ്നത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോയാൽ കാര്യം എങ്ങനെ ശരിയാവും? യേശു അപ്പോഴും ഒരു ലെവൽ മുകളിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും അതിൻ്റെ താഴെ തന്നെയാണ്. അതാണ് പ്രശ്നം. ആ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രശ്നം അതുതന്നെയായിരുന്നു. യേശുവിൻ്റെ അത്രത്തോളം കൂടെയുള്ളവർക്ക് എത്താൻ പറ്റിയില്ല, കേട്ടിരുന്നവർക്ക് ഉയരാൻ പറ്റിയില്ല. അതുകൊണ്ടാണല്ലോ യേശുവിന് കുരിശുമരണം പോലെ സംഭവിക്കുന്നത്. കാര്യം, അവൻ്റെ വാക്കുകൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ സ്വപ്നങ്ങൾ, അതൊക്കെ സ്വർഗത്തിൻ്റെ സ്വപ്നം, സ്വർഗത്തിൻ്റെ മാത്രമായിരുന്നു. ഭൂമിയിലെ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ സ്വപ്നങ്ങളോട് എത്താൻ പറ്റാതെ പോയത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മളും ഇങ്ങനെ അതിർത്തിയുടെ പേര് പറഞ്ഞും ഈ ഭൂമിയുടെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞും കർത്താവിനെ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലോ കർത്താവിൻ്റെ കാര്യം. കർത്താവിനപ്പുറത്തേക്കല്ലേ ചിന്തിക്കുന്നത്. നമ്മളെന്തുകൊണ്ട് സ്വർഗത്തിലെ ഒരിടത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല? സ്വർഗത്തിൻ്റെ നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഇപ്പോഴും അത്രത്തോളം നമ്മളൊന്നും എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആരോടൊക്കെയുള്ള വേദനയുടെയും പ്രശ്നത്തിൻ്റെയും കഥകളല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ കൂട്ടത്തിലെ മനുഷ്യരെ പോലെ നമ്മളാകുന്നില്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ഉയരാൻ പറ്റാതെ പോയത്? ഇപ്പോഴും ക്രിസ്തുവിൻ്റെ സങ്കടം അത് മാത്രമാണെന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാലുണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാലുണരും. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാലുണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാലുണരും. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. സ്നേഹിതരാകും യൂദയായും ഉണരും, ആത്മാവാലുണരും. വിജാതീയരാകും സമരിയായും ഉണരും, ആത്മാവാലുണരും. സ്നേഹിതരാകും യൂദയായും ഉണരും, ആത്മാവാലുണരും. വിജാതീയരാകും സമരിയായും ഉണരും, ആത്മാവാലുണരും. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ.
ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും, ആത്മാവാൽ ഉണരും. പാപം വളർത്തും കോട്ടകളെല്ലാം തകരും, ആത്മാവാൽ തകരും. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും, ആത്മാവാൽ ഉണരും. പാപം വളർത്തും കോട്ടകളെല്ലാം തകരും, ആത്മാവാൽ തകരും. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ.